ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നേന്ത്രപ്പഴം കൊണ്ടൊരു ഡെസേർട്ട് ആയാലോ. അപ്പോൾ രണ്ട് പഴുത്ത നേന്ത്രപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാനിതാ തോലൊക്കെ പോക്കിയിട്ട് ഇതേപോലെ അങ്ങ് അരിഞ്ഞെടുക്കാം. നമ്മൾ പഴംപൊരിക്കൊക്കെ അരിയൂലേ, നേരിയതായിട്ട് അതേപോലെ അങ്ങ് അരിഞ്ഞെടുക്കാം. അത് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേന്ത്രപ്പഴമൊക്കെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വേണ്ട എന്നല്ല പറയുള്ളൂ. പക്ഷേ ഈ ഒരു വിധത്തിൽ നിങ്ങൾ കൊടുത്തു നോക്കുക, അവർ തീർച്ചയായിട്ടും കഴിക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ അതങ്ങ് മാറ്റിയിട്ടുണ്ട്. വേറൊരു പാത്രത്തിൽ 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുവാണ്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും പിന്നെ 1/2 ടീസ്പൂണ് ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ഞാൻ കണ്ടൻസ് മിൽക്കാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിന് പകരം പഞ്ചസാര ചേർക്കാം കേട്ടോ. എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്കത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു ബട്ടർ ഒരു കഷ്ണം ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരിതാക്കി അരിഞ്ഞ് വെച്ച നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് നിരത്തി അങ്ങ് വെച്ച് കൊടുക്കുക. ഒരു ചെറിയ തീയിലങ്ങ് വെക്കുക കേട്ടോ. ഇനി ഇത് തിരിച്ചു മറിച്ചങ്ങോട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക. അധികം കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ. ഇതാ ഈ ഒരു വിധത്തിലായി കിട്ടിയാൽ മതി. ഇത് നമുക്ക് ഏത് പാത്രത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതങ്ങ് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു വിധത്തിലാണ് നമുക്ക് വേണ്ട, നല്ല തിക്കായിട്ട്. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് ആ പഴത്തിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂട് ഈ നേന്ത്രപ്പഴം എന്ന് പറയുന്ന ഒരു ഇളം ചൂടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ചൂടോട് കൂടിയിട്ടുള്ള പാലിൻ്റെ അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് നട്ട്സ്, ബദാം ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതാ കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് കോൺഫ്ലേക്സ് അതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അത് കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് മാത്രം കേട്ടോ, ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇനി ഇത് തണിഞ്ഞ ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കണം കേട്ടോ, എന്നാലൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കുട്ടികൾ വരുമ്പോൾ ഇതേപോലെ ഒന്നുണ്ടാക്കി കൊടുത്തു നോക്കൂട്ടോ, അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നേന്ത്രപ്പഴമാണെന്ന് അവർക്ക് ചിലപ്പം പെട്ടെന്ന് അങ്ങ് മനസ്സിലാവില്ല. പക്ഷേ ആ കൊക്കോ പൗഡറും ചോക്ലേറ്റിനൊക്കെ ടേസ്റ്റ് വരുമ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.